അങ്ങനെ ഞങ്ങൾ മൈസൂരെത്തി ഒരു 7:30 ആയപ്പോഴത്തേക്കും എല്ലാം വണ്ടിക്കകത്ത് എണീറ്റ് കേട്ടോ. അപ്പോൾ പുറത്ത് നോക്കിയപ്പോൾ ഒരു ചേച്ചി അവിടെ ഇരുന്നിട്ട് കോലം ഇടുന്നുണ്ട്. അപ്പോൾ കുറേ നേരം അതും നോക്കിയിരുന്നേ. സംഭവം നല്ല രസം കേട്ടോ കണ്ടുകൊണ്ടിരിക്കാൻ. വണ്ടിയുടെ ഹാച്ച് ഡോർ തുറന്ന് മെല്ലെ നമ്മൾ ഐറ്റം അൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോഴത്തേക്കും ചേച്ചി കോലമൊക്കെ ഇട്ട് കഴിഞ്ഞേ. ഇനി അവിടെ നിന്ന് നേരെ തിരിച്ചു. ഇനിയിപ്പോൾ പോകുന്ന വഴിക്ക് ഫുഡ് കഴിക്കണം. അങ്ങനെ ഇതേ ഈ കാട്ടിൽ കയറി. കാടല്ല കേട്ടോ, കാടിൻ്റെ തീമിനുള്ളൊരു റെസ്റ്റോറൻ്റാണ്. സംഭവം ഏതായാലും കൊള്ളാം, നല്ല രസമുണ്ട് കാണാൻ. ഉള്ളിലൊക്കെ ആണെങ്കിലും ഫുള്ളൊരു കാട് മയം, ഫുള്ള് ചപ്പും പുല്ലൊക്കെ ആയിട്ട് നല്ല രസമുണ്ട്. അവർ സെർവ് ചെയ്ത ഫുഡാണെങ്കിലും നല്ല ടേസ്റ്റിയുമായിരുന്നു. അവരുടെ ഏരിയ ഒക്കെ നല്ല വൃത്തിയായിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ മനസ്സ് ഏകദേശം നിറഞ്ഞു. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ തിരിച്ചു വിട്ടു ഹസനിലേക്ക്. ഹസനിൽ കുറച്ച് ലോഡ് ഇറക്കാനുണ്ട്. പോകുന്ന വഴിക്ക് കണ്ട കാഴ്ചയാണ്. ഇവിടെ എന്തോ കല്യാണം നടക്കുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടി ഇങ്ങനെ ജാതിയായിട്ട് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഞാൻ കുറച്ച് നേരം കൊണ്ട് വണ്ടിക്കാതിരുന്ന് ഉറങ്ങി കേട്ടോ. നമ്മുടെ കോ ഡ്രൈവറാണ് വണ്ടി ഓടിക്കുന്നത്. അങ്ങനെ കുറേ എത്തിക്കഴിഞ്ഞപ്പോൾ ആശാൻ ഉറക്കം വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഞാൻ പിന്നെ വണ്ടിയിൽ കയറി. അപ്പം നമ്മൾ മാപ്പിട്ട് ചെന്ന് ഏകദേശം ഒരു കാട് പോലത്തെ സ്ഥലത്താണ് എത്തിയത്. ഈ കാണുന്ന വഴി കൂടെയൊക്കെയാണ് ഡിസ്ട്രിബ്യൂട്ടറുടെ അടുത്തേക്ക് പോകേണ്ടത്. സത്യം പറഞ്ഞാൽ എങ്ങനെയൊക്കെയോ നമ്മൾ എത്തി. അപ്പോൾ ലോഡ് ഇറക്കുന്ന സമയത്ത് എന്നാൽ പിന്നെ ഞാനൊന്ന് ഉറങ്ങിയേക്കാമെന്ന് വിചാരിച്ച് കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. ഞങ്ങൾ 2 ഡ്രൈവർമാരുള്ളതുകൊണ്ട് ഒരാൾ ഉറങ്ങുമ്പം ഒരാൾ പുറത്തുണ്ടാവും കേട്ടോ. അപ്പോൾ കിട്ടുന്ന സമയത്തൊക്കെ ഞങ്ങൾ 2 പേരും മാറി മാറി ഉറങ്ങി വണ്ടി ഓടിച്ചും പോകും. ഇത് നമ്മൾ തിരിച്ചു പോകുന്ന സ്ഥലം കേട്ടോ. അവിടെ നിന്ന് ലോഡ് ഇറക്കിയിട്ട് ഏകദേശം ഈ മലയുടെയൊക്കെ പൊക്കത്തായിട്ട് വരും. അങ്ങനെ ഒരു കണക്കിന് നമ്മൾ ഹൈവേ പിടിച്ചു കേട്ടോ. ഇനിയിപ്പം മെല്ലെ മംഗലാപുരത്തിന് തിരിച്ചു പോകണം. അപ്പോൾ ഞാനിങ്ങനെ ഈ സൈഡിലിരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ മെല്ലെ മൈലേജൊക്കെ നോക്കി എക്കണോമിയിലോട്ടോ തിരിച്ചു പോകുന്നത്. തിരിച്ച് കാലുവണ്ടി ആയതുകൊണ്ട് കുറച്ച് കുലുക്കമുണ്ട്. അങ്ങനെ സോഡ ഓടിക്കാൻ വേണ്ടി കയറിയപ്പോൾ ഉണ്ട് നമ്മുടെ ജീവമച്ചാൻ. ആശാൻ ഇതുവല്ലോ അറിയുന്നുണ്ടോ ആവോ. നമ്മൾ ഏകദേശം 2:30 നല്ല വെയിലുണ്ട്. നമ്മുടെ ക്യാബിൻ പിന്നെ AC ആയതുകൊണ്ട് വലിയൊരു ക്ഷീണമില്ല. പിന്നെ ഞാൻ ഉറങ്ങാൻ നിന്നില്ല കേട്ടോ. നമ്മളിങ്ങനെ കാഴ്ചകളൊക്കെ ഉണ്ട് ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ പിന്നെ അവനും ഉറക്കം വരുമല്ലോ. ഇടയ്ക്കൊക്കെ ഇങ്ങനെ വഴിപണി നടക്കുന്നുണ്ട് കേട്ടോ. ഫുള്ള് വഴിപണി തീർന്നിട്ടുമില്ല. വഴിയിലാണെങ്കിൽ വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നല്ല സമാധാനത്തോടുകൂടി എക്കണോമിയിൽ ഇങ്ങനെ അടിച്ചു പോകാട്ടോ. അങ്ങനെ പോകുന്ന വഴിക്ക് ഈ ഒരു ആക്സിഡൻറ്റും കണ്ടു. അവിടുന്ന് നേരെ നമ്മളൊരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും പ്ലാന്റിലെത്തി കേട്ടോ. അപ്പോൾ ശരി, അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.